വേണ്ട. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ആയിക്കോട്ടെ അല്ലേ സ്വാമി? അതിനെന്താ അവല്ലോ. അതിവിടെ വെച്ച് വേണ്ട അല്ലേ ഏട്ടാ? അതെ, അത് ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ ആവുമ്പോ ഏട്ടൻ ഫ്രീ ആവില്ല. നമുക്ക് പോകാം പപ്പ. എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം, ഡേറ്റ് നോക്കണം. ഒരു 3 months ടൈം, അത്രയും പോരെ സ്വാമി? എനിക്കാ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹലോ, എവിടെ? എന്താ? അയ്യോ അയ്യോ സ്വാമി, ഇത് ഞാനാ, ഡോക്ടർ കോശി. വയറുവേദന എങ്ങനെയുണ്ട്? വേദന കൊണ്ട് പൊളയുകയാണെന്നോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ഒരു ആക്സിഡന്റ്. എന്നിട്ട് പൊളയുകയാണെന്നോ? അല്ല, തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? പൊളയുകയാണെങ്കിൽ ഇങ്ങോട്ട് പാടോ. എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ. എന്റെ അശ്രദ്ധ കൊണ്ടോ? പോക്കരിത്തരം പറയരുത്. വയറിളകി ചവാൻ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂന്ന് വാശി പിടിക്കരുത്. ബിരിയാണി പാക്കേജ് പാക്ക് ചെയ്യൂ, മെഡിസിൻസ് വിതരണം ചെയ്യൂ. ഞാൻ ഇതായെത്തി കഴിഞ്ഞു. ഇയാൾക്ക് വട്ടാണോ? വയറിളകി ഭ്രാന്തായ ആദ്യത്തെ കേസാ. ഓക്കെ, ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ആക്സിഡന്റ്. എനിക്കിപ്പോ പോണം. സോറി പപ്പാവാ. അയ്യോ കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. അല്ല, നമ്മളൊന്നും ഫിക്സ് ചെയ്തില്ലല്ലോ സ്വാമി. എന്ത് ചെയ്യാനാ? കൺസ്ട്രക്ഷൻ മുഴുവൻ പൊളിച്ച് വീടില്ലേ. ഈശ്വരാ. അതെ, അപ്പൊ കാറെടുക്കണ കാറ്. ഓക്കെ, വന്നോളൂ. നീ കയറ. താനിങ്ങോട്ട് വന്നു. താൻ ഇവിടെ നിൽക്കേ. എന്നിട്ട് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന്. മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു ചുപ്രം പട്ടരെ. ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ തന്റെ തിരുവാതിർന്ന് പറയണോ? വണ്ടി എടുക്കാം. ചോദിക്കട്ടെ, സത്യത്തിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടം ഉണ്ടായോ? ഉണ്ടായി. ഇല്ല, പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയെ? അത് കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, ഇഷ്ടമായില്ല അല്ലേ? സ്വാമി വാ. അയ്യോ, സ്വാമി വരാൻ. എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. പതുക്കെ പറ, പപ്പ അകത്തുണ്ട്. അവളെ കൂടി കാണാനാ ഞാൻ വന്നത്. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത്. അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കതാ അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറല്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പിന്നെ സ്വാമിക്ക് അറിയോ? പിന്നെ നിങ്ങൾക്കൊരു പിണ്ണാക്കോ അറിയില്ല. നിങ്ങൾ വിടരുത്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാ എനിക്ക് ആദ്യത്തെ ലവ് ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. 7th സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12ാം വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലവ് ലെറ്റേഴ്സ് കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ ഒന്നും അഡ്രസ് അറിയില്ലായിരുന്നു? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റൊരാളെ മാരി ചെയ്യാൻ പറ്റില്ല. എന്നെ മുഴുവൻ കണ്ടല്ലോ. ഓഹോ, അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഏലത്തിന്റെ എണ്ണം വരെ പറഞ്ഞില്ലേ? അല്ല, അത് കുട്ടി അങ്ങനെ കേറി വന്നത് കൊണ്ടല്ലേ. എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും. ക്ഷമ, ഞാൻ പറഞ്ഞേക്കെ. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ്, ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ്, ക്ഷമ ഇപ്പോ. സ്വാമി ഒന്നും അറിഞ്ഞിട്ടില്ലേ?